ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ കൊറോണ കാലത്ത് നമ്മുടെ എല്ലാ FB ഗ്രൂപ്പിലും നോർമലി ലൈവ് ഒക്കെ നടക്കുകയാണല്ലോ. എൻ്റെ ഗ്രാമം കടയ്ക്കൽ എന്ന FB പേജിലൂടെ ഒരു ലൈവ് പോകാനുള്ള അവസരം കിട്ടി. അത് ഒരു ലൈവ് കുക്കിംഗ് ഷോ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ് ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ചെയ്തത് പ്രോൺ കൊണ്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രൈഡ് റൈസും പിന്നെ ബീട്രൂട്ട് ലൈമുമാണ് ചെയ്തത്. എല്ലാവരും കണ്ടു നോക്കൂ. ഇതിന് ശേഷം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ്, ആരെങ്കിലും കാണുന്നുണ്ടോ? എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാമെന്ന് പറയണേ. ഓക്കെ, അപ്പൊ എല്ലാരും കാണുന്നുണ്ട്. തുടങ്ങാം. ഇതെന്റെ ആദ്യത്തെ FB ലൈവാണ്. അതും ഒരു കുക്കറി ഷോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിതൊരു വൻ വിജയമാക്കി തീർക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിന് എനിക്കൊരു അവസരം തന്ന എൻ്റെ ഗ്രാമം കടയ്ക്കൽ പേജിന്റെ അഡ്മിൻ പാനലിനോട് എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മീതു. കടയ്ക്കൽ മുഷ്യമെന്നാണ് എൻ്റെ വീട്. ഹസ്ബൻഡിന്റെ വീട് ആലങ്കോടാണ്. ഇപ്പോൾ നമ്മളുള്ളത് സിംഗപ്പൂരാണ്. ഇവിടെ ഇപ്പോൾ 9:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലൊക്കെ പോവാം. ഇപ്പൊ കോവിഡ് കാരണം എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. കുറച്ച് പേർക്കൊക്കെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി, അതും കുക്കിങ് ക്ലീനിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് എളുപ്പമാകുന്ന രീതിയിലുള്ള ഒരു ഡിഷാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കൊഞ്ച് വെച്ചുണ്ടാകുന്ന ഒരു ഫ്രൈഡ് റൈസ്. എല്ലാവർക്കും ഈസിയാണിത്, അറിയാവുന്ന തന്നെ. പക്ഷേ ലൈവ് കുക്കിംഗ് ആവുമ്പോഴേക്കും നമ്മൾ ഈസി ഡിഷ് തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു സിമ്പിൾ ഡിഷ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പൊന്നിയരി വേവിച്ച് വെച്ചതാണ്. ഇത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, മീതു സ്റ്റുഡിയോ എന്നാണ് പേര്. അതിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫിഷ് ഫ്രൈഡ് റൈസ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഫ്രണ്ടൊക്കെ ചെയ്തിട്ട് ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. അവരത് പ്രോൺ വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഈസി ആയിട്ട് അത് തന്നെ ഇന്നിവിടെ കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ 1.5 കപ്പ് അരി, പൊന്നിയരിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതി റൈസ് യൂസ് ചെയ്യാം, നോർമൽ ബിരിയാണി റൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് റേഷൻ അരി ആയാലും മതി, ഒരു കുഴപ്പമില്ല. അത് ഇതുപോലെ വേവിച്ചെടുത്ത് വെക്കണം. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് കട്ടയെല്ലാം മാറ്റി പൊടിച്ചിട്ട് കൊടുക്കണം. കാരണം ഇത് കട്ട പിടിച്ചിരിക്കും വേവിച്ചെടുത്ത് വെച്ചിരിക്കുമ്പോൾ. അപ്പൊ ഇതൊന്ന് പൊടിച്ചു കൊടുക്കണം. ലൈവ് കുക്കിംഗ് ആണ്. എങ്ങനെ ആവും ഇതിന്റെ വിജയം എന്ന് അറിയത്തില്ല. നിങ്ങൾ എല്ലാവരുമാണ് എന്നെ വിജയിപ്പിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്ന് മുട്ടയുടെ യോക്ക് മാത്രം മാറ്റിയിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ ചോറിൽ മിക്സ് ചെയ്യാനാണ് പോകുന്നത്. എനിക്ക് കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ബേക്കിങ്ങിൽ ഇങ്ങനെ എഗ്ഗിന്റെ യോക്ക് മാറ്റിയിട്ടൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ ഞാൻ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്ത എല്ലാം കൂടെ മുട്ട എല്ലാം ഒരുമിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എനിക്കിതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഏതാണ് ടേസ്റ്റായി തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ ഡിഫറൻസ് ആണെന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കമന്റുകൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങൾ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം നമുക്ക് കുക്കിങ്ങിനിടയിലൊക്കെ കിട്ടും. അപ്പോഴേക്കും ഞാൻ റിപ്ലൈ എല്ലാം തരുന്നതായിരിക്കും. എന്നിട്ട് ഇത് ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഈ എഗ്ഗിന്റെ യോക്ക് നന്നായിട്ട് ഈ ചോറിൽ ഫുള്ള് കവർ ചെയ്യും.
ഇപ്പൊ നമുക്ക് നാട്ടിലൊക്കെ ഈ സമയത്ത് അമ്മമാർക്കൊക്കെ ചോറ് വെക്കണം, കറികൾ വെക്കണം, പല ബുദ്ധിമുട്ടാണ്. എല്ലാരും വീട്ടിൽ കാണുന്ന സമയമാണ്. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെയൊക്കെ ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഇത് മാത്രം മതി. ചോറിന് നല്ല ടേസ്റ്റ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് ഈ എഗ്ഗിന്റെ യോക്ക് ഈ ചോറിൽ ഫുള്ള് കവർ ചെയ്യും. നിങ്ങൾ ചോറ് വേവിക്കുമ്പോ ഇതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ മുട്ടയുടെ എണ്ണം കൂട്ടിയാൽ മതി. ടേസ്റ്റ് അതനുസരിച്ച് വന്നോളും. ഓക്കെ, ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നോർമലി നിങ്ങളിത് ചെയ്യുമ്പോൾ ആദ്യമേ ഇത് ചെയ്തിട്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇത് ലൈവ് ആയതുകൊണ്ട് ടൈം ഡിലേ വരണ്ട എന്ന് വെച്ചിട്ട് ഞാൻ മുന്നേ അരിഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം വെജിറ്റബിൾസ് ഒക്കെ അരിയാൻ തുടങ്ങിയാൽ മതി. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പപ്പായ, കുറച്ച് ബേബി കോൺ, പിന്നെ കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൈഡ് റൈസിന് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു 350 ഗ്രാം കൊഞ്ച് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി വേവിച്ചെടുത്തു. എന്നിട്ട് അത് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ചെറിയ കൊഞ്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിയേണ്ട കാര്യമില്ല, അതുപോലെ ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഇവിടെ 3 മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ്. എന്താവോന്ന് അറിയില്ല. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് അവസാനം വരെ വേണം. പിന്നെ ഞാൻ ഇവിടെ ഒരു ലൈം എടുത്തിട്ടുണ്ട്, നാരങ്ങയുടെ പകുതി വെച്ചിട്ടുണ്ട്. അത് ഒരു വെറൈറ്റി ലൈം കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ലാസ്റ്റ് കാണിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആഡ് ചെയ്യാം. കാരണം ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത കൊഞ്ചാണ്. ഇത് പിന്നെ ഫ്രൈ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. ഹായ് എല്ലാവർക്കും, ഹായ് അയച്ചിട്ടുള്ള എല്ലാവർക്കും, ഹായ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ കുക്കിങ്ങിലോട്ട് പോവാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന വരയ്ക്ക് ഞാനൊന്ന് മെസ്സേജെല്ലാം നോക്കട്ടെ. ഹായ് സജി വന്നു, ഷമീർ കൊള്ളാലോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവസാനം വരെ ഈ സപ്പോർട്ട് ചെയ്യണം. സ്വരാജ് പറഞ്ഞിട്ടുണ്ട് നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോ ട്രീറ്റ് നമുക്ക് നടത്താം. ഇപ്പൊ നമുക്ക് നാട്ടിലൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, കോവിഡ് ആയിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ട്രീറ്റ് ഒക്കെ നടത്താം. മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട് എന്താണ് സ്പെഷ്യൽ ഫുഡ്. ഞാനൊരു പ്രോൺ വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അമ്മമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്തവര് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ സമയത്ത് അവർക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യുകയും ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫുഡുമാണ്. അതുകൊണ്ട് എല്ലാരും പറഞ്ഞു കൊടുക്കണം. ചേട്ടൻ ജപ ആവാതിരിക്കാനായിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ലോക്ക്ഡൌൺ ആണ്, കോവിഡ് ആണ് എന്ന് പറഞ്ഞ് ആരും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ജാഗ്രത മതി നമുക്ക് ഇതിനെല്ലാം തരണം ചെയ്യാനായിട്ട്. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഈ കൊറോണയൊക്കെ പുല്ലുപോലെ നേരിടാവുന്നതേ ഉള്ളൂ. അനാവശ്യമായിട്ട് പുറത്തോട്ടൊന്നും പോവാതിരിക്കുക. പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതണം എല്ലായിടത്തും വൈറസ് ഉണ്ട് എന്ന് തന്നെ വിചാരിക്കണം. അപ്പൊ നമ്മൾ അതനുസരിച്ച് നിൽക്കാൻ പറ്റും.
കൈകളൊക്കെ എപ്പോഴും സോപ്പിട്ട് കഴുകുക, മാസ്ക് ധരിക്കുക, പിന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകര് ഗവൺമെന്റ് ഒക്കെ പറയുന്നത് അതുപോലെ അനുസരിക്കുക, എല്ലാം ചെയ്യണം. എവിടെയാണോ നമ്മൾ നിൽക്കുന്ന അവിടുത്തെ ഗവൺമെന്റിനും ആരോഗ്യ പ്രവർത്തകരും പോലീസും ഒക്കെ പറയുന്നത് അതുപോലെ കേൾക്കണം. പിന്നെ നമ്മളൊക്കെ ഇപ്പൊ വീട്ടിൽ ഇരിക്കുമ്പോഴും നമുക്ക് വേണ്ടി കുറെ പേര് കഷ്ടപ്പെടുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകര്, എന്താ ഗവൺമെന്റ്, പോലീസ്, പിന്നെ KSEB ഉദ്യോഗസ്ഥര്, പിന്നെ എയർപോർട്ടിലെ സ്റ്റാഫ്, പ്രവാസികളൊക്കെ കൊണ്ടുവരാനായിട്ട്, പിന്നെ ടെക്നീഷ്യൻസ്, അതായത് എയർക്രാഫ്റ്റിംഗ് ടെക്നീഷ്യൻസ്, എയർലൈൻ സ്റ്റാഫുകള്, എല്ലാവരെയും നമ്മൾ നന്ദിയോട് തന്നെ സ്മരിക്കണം. കാരണം അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിപ്പോ നിലനിൽപ്പുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ എന്നും നന്ദിയോടെ പെരുമാറണം. ഈ കോവിഡൊക്കെ കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ പെരുമാറണം. പിന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തണം എല്ലാവരും. സജീവന പറഞ്ഞിരുന്നു വിഷുവിലോട്ട് കുറച്ച് പാഴ്സൽ വേണം. ഓക്കെ, പിന്നെ എന്റെ ചാനലിൽ ഞാൻ കുറച്ച് വെറൈറ്റി ഡിഷൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മാമ്പഴം കൊണ്ടുള്ള മുറുക്ക്, മൈക്രോഗ്രീൻ കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മൈക്രോഗ്രീൻ വളർത്തലിനെ കുറിച്ച് നമ്മുടെ എന്റെ ഗ്രാമം കടയ്ക്കൽ പേജിൽ തന്നെ മുന്നേ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും അതൊക്കെ ട്രൈ ചെയ്യണമെന്നാണ് ഈ അവസ്ഥയിൽ. അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷമൊക്കെ കിട്ടും. കാരണം നമ്മൾ കൃഷി ചെയ്തെടുത്തതിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടും. ഇപ്പൊ പ്രവാസികളായിട്ട് നിൽക്കുന്നവർക്കായാലും അവർക്കിപ്പോ കൃഷി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മൈക്രോഗ്രീൻ. അതൊക്കെ എന്തായാലും ചെയ്യണം. പിന്നെ നാട്ടിലുള്ളവര് ഈ സമയത്ത് വെറുതെ മൊബൈലിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കാതെ ഇതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്ത് വീട്ടിൽ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ വീട്ടിലുള്ളവരെ സഹായിക്കുകയും കൊച്ചു കുട്ടികളോടും പിന്നെ വയസ്സായവരോടും ഒക്കെ കുറച്ചു നേരമൊക്കെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുക. മാക്സിമം പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും നമ്മൾ ഇരിക്കണം. കൊറോണയ്ക്ക് തന്നെ കുറ്റം തോന്നണം നമ്മുടെ ഈ പ്രൊഡക്റ്റീവ് കാണുമ്പോൾ. കുറ്റമെന്നല്ല, നമുക്ക് ഈ ഒരു സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്തു എന്ന് പിന്നെ ഒരിക്കലും തോന്നാനില്ല, പശ്ചാത്തപിക്കേണ്ടി വരരുത്. അത്രയ്ക്ക് നല്ലപോലെ നമ്മൾ ഈ സമയത്ത് യൂട്ടിലൈസ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് പിന്നെയുള്ള എന്തെങ്കിലും ഓൺലൈനായിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് തീരുമോ? കുക്കിംഗ് അല്ലേ, അപ്പൊ കുറച്ച് സമയം എടുക്കും. അത് എന്നിട്ട് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് എടുത്തേക്കുന്നത്. ക്ഷമയോടെ എല്ലാവരും കാത്തിരിക്കണം, അവസാനം വരെ കണ്ട് വിജയിപ്പിക്കണം. അണ്ണൻ ചോദിച്ചിരിക്കുന്ന ഹൻസിനെ എവിടെയാണ്? ഹൻസിന് ഉറക്കമാണ്. എന്റെ മോനാണ് ഹൻസി. അവൻ ഉറങ്ങുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവൻ ഇവിടെ എല്ലാ സൈഡിൽ. ഓക്കെ, ഇത് ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി കുക്ക്ഡാണ്. നമുക്ക് ഇപ്പൊ തന്നെ അത് കോരിയെടുക്കാം. ലൈവ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനം വരെ കാണും ഈ ഡിഷ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് തന്നെ പോകണം. എന്നിട്ട് മുന്നേ പറഞ്ഞ പോലെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരുമ്പോഴൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ചോറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ നല്ല വിസ്താരമുള്ള ഒരു പാത്രം എടുക്കണം. എന്നാലേ ഇതെല്ലാം കൂടെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആസിഫ് പറഞ്ഞേക്കുന്ന അവസാനം വരെ കാണുമെന്ന്. താങ്ക് യുടാ, ഫുൾ സപ്പോർട്ട്. സനിൽ കുമാർ ഹായ് ഹായ്. പാത്രം ചൂടാവുന്നവരെ ഞാൻ കമന്റിന് റിപ്ലൈ തരാം. അല്ല ചേച്ചി ഹൻസിന് ഉറക്കാം. ആ ചേച്ചി ഹൻസിന് ഉറങ്ങി, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. ഇടയ്ക്ക് മിസ്സാവുന്ന കമന്റ് ആരും വിഷമിക്കണ്ട, ഞാൻ ലാസ്റ്റ് എല്ലാവർക്കും മറുപടി തരാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഹായ് ദേവിക, സജീവെണ്ണ വേഗം എന്ന് പറയുന്നുണ്ട്.
എന്നാ കുക്കിംഗ് അല്ലേ, കുറച്ച് സമയം എടുക്കും. നമ്മള് ധൃതി പിടിച്ച് വെറുതെ അപകടം ഉണ്ടാക്കും. എന്തായാലും കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. കണ്ട് കഴിച്ചിട്ടേ അതാണ്, അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വിഷമിക്കൂ എന്തിനാ? അച്ഛനെ ഹായ്, വിശക്കുന്നു. ഓക്കെ, ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയ ഒരു കൊഞ്ച് ഫ്രൈഡ് റൈസ് കഴിക്കാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ല സെറ്റാക്കി വെക്കണം. എല്ലായിടവും ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ടാണ്. ക്യാമറ രാജേഷനെ തിരിച്ചു, ക്യാമറ ഐഷേട്ടനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ക്യാമറാമാന്റെ ഫേസ് കാണിക്കുമെന്ന്. ക്യാമറാമാൻ പിന്നിലാണ്. ക്യാമറാമാൻ ഇവിടെ നിന്ന് ഹായ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കരിഞ്ഞു പോകണ്ട, അതിന് മുന്നേ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു ചോറ് പോലും കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് കുക്കാവുകയും വേണം. ഈ മുട്ടയിൽ കിടന്ന് ഈ ചോറ് നന്നായിട്ട് ഫ്രൈ ആവും. ഇനി നമുക്ക് ആ ബാക്കിയുള്ള മുട്ടയുടെ വെള്ളയും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കമന്റുകളൊന്നും കാണുന്നില്ല. എന്നാലും എല്ലാവരും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ചെയ്തോളൂ. ഇനി ഇതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ കലാകാരന്മാർക്കും ഈ ഒരു സമയത്ത് എന്റെ ഗ്രാമം കടയ്ക്കൽ പേജിലൂടെ ലൈവ് വരാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം അഡ്മിൻ പാനലിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ഒരു സമയത്താണ് നമ്മളെല്ലാവരും അവരുടെ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. എന്നാലും ആ മുട്ട ഫുള്ളൊന്ന് കുക്കായി കിട്ടണം. അതിൻ്റെ ഒരു നമുക്ക് ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇനിയൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ പാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാത്രം ചൂടാവുന്നവരേക്ക് ഞാനൊന്ന് കമന്റ് നോക്കട്ടെ. ഇതെന്താ സ്പെഷ്യൽ എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൊഞ്ച് വെച്ചുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അനന്ത് ചോദിച്ചിരിക്കുന്നത് ഇത് എത്ര കമന്റ് വേണമെന്നോ? എത്ര വേണോ ഇട്ടോ, ഒരു കുഴപ്പമില്ല. കണ്ണൻ ചേട്ടാ ഹായ്. ഈമിങ് ഈസ് വാച്ചിങ്. ഹായ് ഈമിങ്. ഹായ് സുരേഷ് സാർ, എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ്? വിളമ്പാറായിട്ടില്ല. ക്യാമറമാനെ ഒരു മിന്നായം പോലെ കണ്ടു. അല്ലാഹ് മിഥുനാണ്. ഹായ് എല്ലാവർക്കും ഹായ്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിൽ വയ്ക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. നമുക്ക് അല്ലാതെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ലൈവ് ആയതുകൊണ്ട് ഞാൻ അടച്ചു വെക്കുകയാണ് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാനായിട്ട്.
ക്യാമറമാൻ അണ്ണനല്ല കേട്ടോ, ഹസ്ബൻഡ് ഐശ്വര്യ. എന്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു, ജസ്മിന്നൊക്കെ വിളിച്ചു. അമ്മ ഉണ്ടാക്കിത്തന്ന അവിയലിന്റെ രുചി ഇപ്പോഴും നാവില്. വളരെ സന്തോഷം. അമ്മയും നല്ല കുക്കാണ്. അമ്മ മാത്രമല്ല, കുക്കാറ് എല്ലാരും നന്നായിട്ട് കുക്ക് ചെയ്യും. ആ ഒരു കൈപ്പുണ്യാണ് കുട്ടിയേക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, നമുക്കിനി നോക്കാം കുക്കായം. ഇതെല്ലാം പെട്ടെന്ന് കുക്കാവുന്ന വെജിറ്റബിൾസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വേഗം റെഡിയാവും. ഇതുവരെ ഹായ് പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹായ്. കുക്കിങ്ങിനിടയിൽ കമന്റും എല്ലാം കൂടെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഒരു 3/4 ഭാഗം കുക്കായി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഹായ് അശു ചേച്ചി, എന്താ സ്പെഷ്യൽ? കൊഞ്ചു കൊണ്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക അവസാനം വരെ. ഈ പ്രോഡക്റ്റ് എന്താവും എല്ലാവരും കാണണം. പിന്നെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഡ്രിങ്ക് കൂടിയുണ്ട്. അത് അണ്ണം പറഞ്ഞു തന്ന ഡ്രിങ്ക് ആണ്. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ വെയിറ്റ് ചെയ്യണം. ആദ്യത്തെ ലൈവ്, അതും കുക്കിംഗും കൂടെ ആയിട്ടുള്ള ഒരു പോരായ്മ ഉണ്ട്. എല്ലാരും ക്ഷമിക്കണം. കുക്കായോന്നൊന്ന് നോക്കട്ടെ. ആ ബീൻസ് കുറച്ചുകൂടെ ഒന്ന് കുക്കാവാറുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക, കുറച്ച് സമയം കൂടി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. നമുക്കിപ്പോ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ചുമ്മാ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ ലൈവ് ആവുമ്പോ അവസാനം വരെ സഹിച്ചിരുന്നാലേ അതിന്റെ പ്രോഡക്റ്റ് കിട്ടും. യൂട്യൂബിൽ ഇതൊക്കെ ചുമ്മാ എഡിറ്റിംഗ് ടൈമിൽ കട്ട് ചെയ്യാം. ഇതിന് എഡിറ്റിംഗ് ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. യൂട്യൂബിൽ ഉടൻ തന്നെ ഒരു സ്പെഷ്യൽ ഒരു റെസിപ്പിയും കൂടെ റെഡിയായി ഇരിപ്പുണ്ട്. ലൈവ് ഒന്ന് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അതൊന്ന് പോയി കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് അതിൽ ഈ 3 എണ്ണം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഈ കൊഞ്ച് ആദ്യമേ ഈ വെജിറ്റബിൾസിന്റെ കൂടെ ഇടാത്ത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് ഓൾറെഡി കുക്ക്ഡ് ആണ്. പിന്നെ ജസ്റ്റ് ഫ്രൈയും ചെയ്തു. പിന്നെ ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ വെജിറ്റബിൾസ് 3/4 ഭാഗം കുക്ക് ആയതിനു ശേഷം നമ്മൾ ഇതിട്ട് എടുക്കാൻ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫിഷ് വെച്ച്, അത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചൂര വെച്ച് ചെയ്തത്, ചിക്കൻ വെച്ച് ചെയ്യാം. അതും ചിക്കൻ ഇതുപോലെ വേവിച്ചിട്ട് കുറച്ചൊന്ന് ഫ്രൈ കൂടെ ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അല്ലാതെ ഇടുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. ആ മുട്ടയ്ക്ക് ഫ്രൈ ചെയ്ത ചോറായതുകൊണ്ടാണ്. ഇനി നമ്മൾ ഒരുപാട് പൊടികളൊന്നും ഇടുന്നില്ല. ആദ്യം ഇടാൻ പോകുന്ന പൊടി എന്ന് പറഞ്ഞാൽ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അത് മാത്രം മതി. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ സമയത്ത് നമ്മൾ കുട്ടികളുടെ സന്തോഷമാണല്ലോ നോക്കേണ്ടത്. കാരണം ഭാവിയിലേക്ക് അവരെ അതുകൊണ്ട് ഒരുപാട് എരിയൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി കുറച്ച് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഉപ്പും കുരുമുളകും എല്ലാം ചോറിലും ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പിടാം. വെജിറ്റബിൾസും അതിനിടയിൽ കൊഞ്ചും അരിഞ്ഞിട്ട് അതിൻ്റെ എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കൻ വെച്ചിട്ടോ ഇഷ്ടമുള്ള മീറ്റ് വെച്ചിട്ടോ ചെയ്ത് നോക്കും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയായിരിക്കും. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. കുഴപ്പമില്ല. പെട്ടെന്ന് പിടിച്ചിട്ടതുകൊണ്ടാണ് എല്ലാരും പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായി ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഒരു വെറൈറ്റി ഡ്രിങ്കും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. അതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഇത് പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാരയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ടാണ് ഞാനിത് ഇങ്ങനെ പൊടിച്ചു വെച്ചത്. ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടാണ്. ഞാൻ ഉപ്പും വെള്ളവും, അതായത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ആ വെള്ളം തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് വെച്ചതാണ്. കാണുന്നുണ്ടോ? ഇതാണ്. ഇത് ഒരു ഈ ഒരു തവിയിൽ ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. ഈ ബീറ്റ്റൂട്ടിന് കുറച്ച് കളർ കുറവാണ്, അതുകൊണ്ടാണ് കളർ കിട്ടാത്തത്. കളർ കൂടിയ ബീറ്റ്റൂട്ട് ആണെങ്കിൽ നല്ല കളറായിട്ട് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഡ്രിങ്ക്. ബീറ്റ്റൂട്ട് ലൈം. ഇത് അണ്ണൻ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അണ്ണ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനായിട്ട് നമുക്ക് ലൈം ഒഴിക്കാൻ ഞാൻ വിട്ടുപോയി. ലൈം ഒഴിക്കാം. അതായത് ഒരു 1/2 ലൈം ഒഴിച്ചാൽ മതി. കുഴപ്പമില്ല, നമുക്ക് ഇന്നിട്ടാലും മതി. കുറച്ച് സ്പേസ് ഉണ്ട്. പിഴിഞ്ഞിടാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ബീറ്റ്റൂട്ട് ലൈം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഫ്രൈഡ് റൈസും ബീറ്റ്റൂട്ട് ലൈമും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യും. ടേസ്റ്റ് ഞാൻ നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ ടേസ്റ്റ് അപാരം. ബീറ്റ്റൂട്ടും ആ ലൈമും ഉപ്പിട്ട് വെച്ചതുകൊണ്ട് കുറച്ച് ഉപ്പ് രസവും മധുരവും എല്ലാം കൂടെ ആയിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം.
നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈവാണ്. അപ്പൊ ഇത്രയുള്ള എന്റെ കുക്കിംഗ്, ലൈവ് കുക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ തിന്ന് കാണിച്ചായിരുന്നു. ഇനി എന്തായാലും ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇത് ഫുള്ള് കഴിക്കേണ്ടി വരും. പിന്നെ അശ്വട്ടനെ കഴിക്കും. ലൈവ് ഇല്ലാതെ ലൈവ് യൂസ് അത് ലൈവ് കുക്കിംഗ് അല്ലേ. അപ്പൊ ചിലപ്പോ ഒന്ന് നമ്മൾ ടെൻഷൻ വിട്ടു വരാൻ ഞാൻ ലാസ്റ്റ് ടൈം ആഡ് ചെയ്തു. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കൊടുക്കാം, ലൈവ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. ഇതാണ് ബീറ്റ്റൂട്ട് ലൈം. എല്ലാവരും ഞാൻ ലൈം ഒഴിക്കാൻ വിട്ടുകൊണ്ടോ ഒന്നും കൂടെ പറഞ്ഞില്ല. ആദ്യമായിട്ട് ഞാനത് പഞ്ചസാര ഇട്ടു. പിന്നെ ഇടേണ്ടത് ലൈമാണ്. ഒരു അര ലൈം നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ബീറ്റ്റൂട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് ഉപ്പിട്ട് വെച്ചതാണ്. ഈ വെള്ളം ഞാൻ ഇതില് 2 കരണ്ടി ഇതിനൊക്കെ ഒഴിച്ചു. എന്നിട്ട് ബാക്കിയുള്ളത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ, അടിപൊളി. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടുത്തെ ഭാഷ പറഞ്ഞ പോലീസാണ്. ക്യാമറ കൂടി കുറച്ച് കൊടുക്കാന്ന് തോന്നുന്നു. അത് ഉണ്ടാക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ലൈവ് ആയതിന്റെ പോരായ്മകളുണ്ട്, എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചേച്ചിക്ക് ചെറിയത് ആദ്യമായിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്. പിന്നെ അതും ഒരു കുക്കിങ്ങുമായിട്ട് അതിൻ്റെതായ ഒരു പോരായ്മകളുണ്ട്. അത് എല്ലാവരും ക്ഷമിക്കണം. താങ്ക്സ്. സജീവമായിരിക്കും. സ്വന്തമായി പുകഴ്ത്തിയതല്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. അശ്വ ചേച്ചി ഞാൻ കമന്റ് വായിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് പുകഴ്ത്തും. എല്ലാവരും ഇതുവരെയും എന്നെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ ഗ്രാമം കടയ്ക്കും അഡ്മിൻ ബാനേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ ഇനിയും എല്ലാവർക്കും ഇങ്ങനെ അവസരങ്ങൾ ലഭിക്കട്ടെ. അപ്പോൾ എല്ലാവരും ജാഗ്രതയോടുകൂടി ഈ കൊറോണയെ നേരിടുക. നമ്മുടെ ജാഗ്രത മാത്രം മതി നമുക്കിതിനെല്ലാം അതിജീവിക്കാൻ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.